ഞാൻ ഭരത് ഗോപി സാറുടെ കൂടെ പടങ്ങൾ കണ്ടിട്ട് ഒരു ഫാനായ ആളാണ്. പക്ഷേ സാറുടെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയത് ഞാൻ ടെലിവിഷനിൽ റീച്ചിങ് ദ സ്കൈസ് എന്ന് പറഞ്ഞ് നാഷണൽ ലെവലിലേക്ക് വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ചെയ്തായിരുന്നു. അപ്പോൾ ഈ റീച്ചിങ് ദ സ്കൈസ് എന്ന് പറയുന്ന ആ ഡോക്യുമെൻ്ററിയിൽ സാറ് ഈ മൊത്തം അസുഖമായിട്ട് വന്നിട്ട് വീൽ ചെയറിലിരിക്കുമ്പോൾ തിരിച്ച് പുള്ളി റീതിങ്ക് ചെയ്യാണ് പുള്ളിയുടെ ഒരു ബാക്ക് സ്റ്റോറി. അതായത് സിനിമ ഒന്നുകൂടെ ഞാൻ സിനിമയ്ക്ക് തിരിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ സാറ് ചോദിച്ചപ്പോൾ ഇൻ്റർവ്യൂവിൽ പറയാറുണ്ട്, എനിക്ക് സിനിമയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, പക്ഷേ എന്നെ ആർക്കും ആവശ്യമില്ല, പക്ഷേ എനിക്ക് ആവശ്യം സിനിമയാണ് എന്നൊക്കെ പറഞ്ഞു. ആ ഇൻ്റർവ്യൂവിൽ നമുക്ക് വളരെ ഫീൽ ചെയ്ത്. അപ്പോഴാണ് ഇത് മമ്മൂക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കിങ് പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സെറ്റിൽ ഗോപി സാറെ കൊണ്ടുവരാവുക, പുള്ളിയോട് ഒരു കംബാക്കിൻ്റെ ഒരു എനർജി കിട്ടാൻ വേണ്ടി ഒരു ഷോട്ട് എടുക്കണം. മമ്മൂക്ക പറഞ്ഞു ഓക്കെ വന്നോളൂ. അന്ന് ഞാൻ സിനിമയിലിരുന്ന് വിട്ട് നിൽക്കുന്ന ഒരു പീരിയഡ് സമയമാണ് ഞാൻ പറയുന്നത്, ഒരു ഗ്യാപ്പ് സിനിമ ചെയ്യാതെ. അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി സെറ്റിൽ അങ്ങനെ പുള്ളി ഓർത്തെടുക്കുന്നതും എല്ലാ ആക്ടേഴ്സും തിരിച്ച് പുള്ളിയെ ഒന്ന് വിഷ് ചെയ്യുന്നതും അങ്ങനെ കുറേ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി നാഷണൽ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഒരു ഷോട്ട് എടുത്തായിരുന്നു. അപ്പോൾ ആ സമയത്തിൽ ആ ഡോക്യുമെൻ്ററി ചെയ്യാൻ മാത്രം എനിക്കൊരു അവസരം കിട്ടിയിരുന്നു ഭരത് ഗോപി സാർ കൂടെ. പിന്നെ സിനിമ ചെയ്യാൻ അവസരം കിട്ടിയത് പിന്നെ ഈ രസതന്ത്രത്തിൽ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചപ്പം. അപ്പം അദ്ദേഹം ഭയങ്കര എന്താ പറയുക, എനിക്ക് അത് ഒരു ഭാഗ്യമായിട്ടാണ് തോന്നി. കാരണം അത്രയ്ക്ക് ഒരു സ്ട്രെയിൻ ഉണ്ടെങ്കിലും ക്യാമറയുടെ മുമ്പ് വരുമ്പോൾ ഒരു സ്ട്രെയിനും കാണിക്കാതെ ഒരു ആക്ടർ ബിഹേവിങ് കണ്ടത് ആ പടത്തിൽ വെച്ചാണ്. അതിൽ മീര ജാസ്മിൻ്റെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ഉണ്ടായിരുന്നത്. അതിലൊരു ലേഡി വേഷം ഗേൾ വന്നിട്ട് ആണിൻ്റെ വേഷം ഇട്ടിട്ട് ചായക്കടയിൽ പോകുന്ന ഒരു സീൻ. അപ്പോൾ ഞാൻ ആ സീൻ ആക്ച്വലി എനിക്ക് വേണോ വേണ്ടാനോ ഒരു കൺഫ്യൂഷൻ. അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ണിയെടുത്ത് പറഞ്ഞ് ഇത് ഭയങ്കര ചീപ്പായിട്ട് തോന്നില്ല, ഈ നാട്ടുകാരൊക്കെ ചിരിക്കുമോ, അങ്ങനെയൊക്കെ ഈ പഴയ കാലത്ത് പടം പോലെ തോന്നുന്നു. ഇല്ല ചേട്ടാ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മീര ജാസ്മിനെ മേക്കപ്പ് ചെയ്തിട്ട് റിയലായിട്ട് ഷൂട്ട് ചെയ്തത്. ആ വേഷത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു നാട്ടുകാരും മീര ജാസ്മിനെ മനസ്സിലായില്ല. ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ചായക്കടയിൽ വരുന്ന സാധനം വാങ്ങിക്കുന്നത് നാച്ചുറൽ ഷോട്ടാണത്. നമ്മളൊരു ട്രയലിന് വേണ്ടിയാണ് അത് ചെയ്ത് നോക്കിയത്. ബട്ട് അവിടെ നാട്ടുകാരൊക്കെ ആരും മീര ജാസ്മിനാണ് അത് അഭിനയിക്കുന്നതെന്നുള്ള പോലും അറിയില്ല. അപ്പം കോൺഫിഡൻ്റായി ഈ പടം വിജയിക്കുമെന്ന്. ആ പടം പിന്നെ അത് വിജയിച്ചപ്പം തോന്നി അന്ന് എടുത്ത ഒരു മെമ്മറിയാണ് ഇതിൽ റീകളക്ട് ചെയ്തു. ഈ ഫിലിം ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഏർലി മോർണിംഗ് ഒരു ദിവസം രസതന്ത്രത്തിൻ്റെ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ ഞാൻ അവിടെ പോയി കണ്ടതാണ്. ഏർലി മോർണിംഗ് അവിടെ തൊടുപുഴയിലെ റിവറിൽ മിസ്റ്റ് വരുന്നത്, ഇങ്ങനെ മിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോട്ട് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു ലൊക്കേഷൻ കാണുമ്പോൾ. അപ്പോൾ അതിൽ ഒരു ഷോട്ടെങ്കിലും എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് 5:30 മണിക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യണം. കാരണം സൺലൈറ്റ് വരുമ്പോൾ ഫസ്റ്റ് സൺലൈറ്റ് വരുന്ന ടൈമിൽ സ്റ്റീം കിട്ടുന്നതാണ്, ആ ആംഗിളിലാണ് കിട്ടുന്നത്. അത് ഞാൻ മോഹൻലാലിട്ട് പറഞ്ഞപ്പം ലാൽ സാർ പറഞ്ഞു ഞാൻ റെഡി, എത്ര മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ, കാരണം ഈസ് എ മാൻ ഓഫ് പങ്ക്ച്വൽ എന്ന് എല്ലാവർക്കും അറിയാം ഇൻഡസ്ട്രി മൊത്തം. അപ്പോൾ പുള്ളി പറഞ്ഞ് മീര എടുത്ത് അഴകപ്പൻ തന്നെ പറയുന്നു. അപ്പോൾ ഞാൻ സത്യേട്ടൻ്റെ പറഞ്ഞ് സത്യേട്ടാ ഇങ്ങനെ 6 മണിക്ക് വരണം, കറക്റ്റാக ഷോട്ട് എടുത്താൽ അത് കിട്ടും, അത് കഴിഞ്ഞാൽ സൺലൈറ്റ് വന്നു കഴിഞ്ഞ് എവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഷോട്ട് കിട്ടത്തില്ലെന്ന്, ഈ ഒരു പടത്തിൽ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സത്യേട്ടൻ പറഞ്ഞ അഴകപ്പൻ തന്നെ മീര ജാസ്മിൻ്റെ പറയുന്നത്. അങ്ങനെ ഞാൻ മീരയായിട്ട് പറഞ്ഞു, മീര ഒരു ഇമ്പോർട്ടൻറ്റ് ഷോട്ടാണ് എനിക്ക് ഇത് രാവിലെ. കാരണം മീര കുറച്ച് പറയുന്ന ടൈമിലൊക്കെ ഒന്ന് സ്കിപ്പാകുന്ന ഒരാളെന്ന് എല്ലാവർക്കും അറിയാം. ചിലത് മൂഡ് അനുസരിച്ചാണ് പുള്ളിക്കാരി ഇങ്ങനെ. അപ്പം ഞാൻ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് അത് വെച്ചിട്ട് ഞാൻ പുള്ളിക്കാരുടെ പറഞ്ഞു, മീര ഏർലി മോർണിംഗ് 5:45 വന്നാൽ ആ ഷോട്ട് എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ആ ഷോട്ട് എടുക്കത്തില്ല, ആർ യു റെഡി ടു കം. പിന്നെ ആരെടുത്ത പിണങ്ങിയിട്ട് അത് ലേറ്റായി ഇത് ലേറ്റായി വണ്ടി ലേറ്റായി എന്നൊക്കെ എന്ത് കംപ്ലയിൻറ്റ്സ് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യില്ലെന്ന്. എന്താ വെച്ചിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഐ നോ അബൌട്ട് യുവർ നേച്ചർ, ദാറ്റ്സ് വൈ. അങ്ങനെ പറഞ്ഞപ്പം രാവിലെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെല്ലാം 5:30 മണിക്ക് പോയി അവിടെ വെയിറ്റ് ചെയ്യാണ്. അവിടെ നോക്കുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ലാൽ സാർ ഓൾറെഡി ഒറ്റയ്ക്ക് വന്ന് അവിടെ ഇരിക്കുക. ഈ കെയിം ഓൾറെഡി 5:30 ബിഫോർ 2 minutes ബിഫോർ. ഇപ്പുറത്ത് നോക്കുമ്പോൾ മീര ജാസ്മിൻ വന്ന്. സോ ഇറ്റ് വാസ് സർപ്രൈസ്. ആ ഷോട്ട് എടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഇതിന് പറയാൻ പറ്റില്ല, എന്താ പറയുക, ഒരു മഹത്വമായ ഷോട്ടല്ല, പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഷോട്ടാണ്.
അത് ഈ പടത്തിൽ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞിട്ട് ഞാൻ ആക്ടേഴ്സിൻ്റെ ഒരു ഡെഡിക്കേഷൻ പറയുന്നില്ല. ലാൽ സാറുടെ നേരത്തെ പറഞ്ഞ പോലെ ടൈം കീപ്പ് ചെയ്യുന്ന ഇങ്ങനെ ഒരു ആക്ടർ, അത് ചന്ദ്രോത്സവമാണെങ്കിലും ഞാൻ പിന്നെ 8 പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. 8 പടത്തിലും ഇതേ നേച്ചറിൽ ഉള്ള ഒരു ആക്ടറെ ഞാൻ കാണാൻ പറ്റും. രസതന്ത്രം ഫുള്ളായിട്ട് നമ്മൾ മല എക്സ്പ്ലോയിറ്റ് ചെയ്തു, അതിൻ്റെ പുഴ മാക്സിമം പല രീതിയിലും പുഴകളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത്, പിന്നെ അതിൻ്റെ ഉള്ള പാടങ്ങൾ, അങ്ങനെയുള്ള നേച്ചർ ബ്യൂട്ടി മാക്സിമം ഓരോ സീനും ഞാൻ സത്യേട്ടൻ്റെ റിക്വസ്റ്റ് ചെയ്ത് ഇൻഡോർ സീൻസ് പോലും റിക്വസ്റ്റ് ചെയ്ത് ഔട്ട്ഡോറിൽ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം എനിക്ക് ഔട്ട്ഡോർ ചില ലൊക്കേഷൻ പോകുമ്പോൾ ഡെഫിനറ്റ് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വേറൊരു പടത്തിൽ വരുമ്പോൾ നമ്മൾ കാണിക്കണമെന്നൊരു ചെറിയ മോഹമാണ്. അപ്പോൾ അത് സത്യേട്ടൻ മാക്സിമം സ്ക്രിപ്റ്റ് ഒരു സിറ്റുവേഷൻ സ്പോയിൽ ചെയ്യാതെ തന്നെ അത് മാനിപ്പുലേറ്റ് ചെയ്ത് എനിക്ക് വേണ്ടി ഒരുപാട് ഫ്രീഡം തന്ന്, അതിൽ ഓരോ ഈവൻ പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ ഞാൻ ചോദിക്കും ഒരു സൈക്കിൾ പാസിങ് വിട്ട്. കാരണം എനിക്ക് വിത്തൗട്ട് സൗണ്ട് എൻ്റെ ഫ്രെയിം ഉള്ളത് എനിക്കിഷ്ടമാവില്ല. എവിടെയെങ്കിലും ഒരു സൗണ്ട് വേണം. അപ്പോൾ ആ സൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ഫ്രെയിമൊക്കെ ഒരു ലൈഫ് ഉണ്ടാവുന്നു. അതുപോലെ സോങ് പിക്ചറൈസേഷൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്കൂൾ കുട്ടികളെ അങ്ങനെ വിടട്ടേന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടികളുടെ ഒരു ചിരി ആഡ് ചെയ്തിട്ട് പോകുന്ന ഒരു ബ്യൂട്ടി കിട്ടും. പിന്നെ എവിടെയെങ്കിലും പാസിങ് വരുമ്പോൾ സീൻ നടക്കുമ്പോൾ ഒരു സൈക്കിൾ വിട്ടോട്ടേ പറയും. അപ്പോൾ ബെല്ല് അവിടെ നിന്ന് കൊടുക്കുമ്പോൾ ഓഡിയോ സൗണ്ട് എനിക്ക് എപ്പോഴും കോൺഷ്യസ് ഒരു എംപ്റ്റി ഫ്രെയിമായിട്ട് വയ്ക്കാണ്ടാണ്. അപ്പോൾ എവിടെയോ ഒന്ന് ബെല്ലിൻ്റെ സൗണ്ട് വരുന്നത്, പിന്നെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അടിച്ചു പോകുന്ന ഒരു സൗണ്ട്. കിണറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ വെള്ളം എടുക്കുമ്പോൾ മറ്റേ കപ്പിയുടെ ഒരു സൗണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ എവിടെയെങ്കിലും സോങ് എടുത്താലും സീൻ എടുത്താലും ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യും. അങ്ങനെ സത്യേട്ടൻ ഇതിൽ മാക്സിമം എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞ് ചേട്ടാ ഇത് എല്ലാം നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് മല കാണിച്ചു, പുഴ കാണിച്ചു, പാടം കാണിച്ചു. ഇതിൽ ഒരു സീൻ വരുന്നില്ല. അച്ഛൻ ഡെത്ത് കഴിഞ്ഞിട്ട് ഈ അസ്ഥി മീൻസ് ചിതാഭസ്മം ആ ഒരു വിടുന്ന സീൻ നമ്മൾ കായലിൽ വെച്ചിരിക്കുന്നില്ലേ, അത് നമ്മൾ കടലാക്കിയത് എങ്ങനെയാണ്. ഇപ്പോൾ കടലിൽ നമ്മൾ പോകണമെങ്കിൽ ഒന്നിൽ കൊച്ചി പോകണം, അല്ലെങ്കിൽ വർക്കല പോകണം, അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോകണം, അവിടെയൊക്കെ പോകാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ടി ആ ഒരു സീൻ കോംപ്രമൈസ് ചെയ്യുന്നു. കാരണം ഒരു പുള്ളി നടന്നു വരുന്ന ഷോട്ടിൽ ഒരു വേവ്സ് ഇങ്ങനെ സ്ലോ മോഷനിൽ കിട്ടുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഡെപ്ത് ഉണ്ടാവില്ല എന്ന് ചോദിച്ചു. ഓക്കെ, ഇപ്പോൾ എന്താ ചെയ്യാൻ, ഡബ്ബിങ് ടൈമിൽ നമുക്ക് അത് ചെയ്യാൻ പറഞ്ഞിട്ട് പോസ്റ്റ്പോൺ ചെയ്ത് എനിക്ക് വേണ്ടി ആ സീൻ എടുക്കാതെ വിട്ടു. അങ്ങനെ ട്രിവാൻഡ്രത്തിൽ ഞാൻ ശംഖുമുഖത്തിൽ പോയി ഒരു 5 മണിക്ക് അവിടെ പോയി കുത്തിയിരിക്കും. എന്നിട്ട് കടൽ വേവ്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാൽ അപ്പോൾ നല്ല വേവ്സ് ഉള്ള ടൈമാണ്. ഏർലി മോർണിംഗ് നല്ല വേവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ലോ ലെവലിലെ ക്യാമറ വെച്ചിട്ട് പല ആംഗിളിനെയും എടുത്ത് ഏതിലെയാണ് ക്യാമറയിൽ ഡെപ്ത് ഉണ്ടാവുന്നത് അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്ത് 2 ഡേയ്സ് പോയപ്പോൾ 2 ഡേയ്സ് ഏർലി മോർണിംഗ് പോയപ്പോൾ നല്ല ഇത്. അപ്പം ലൈറ്റിങ്ങും എനിക്ക് ഫേവറായിരുന്നു. അപ്പോൾ ഇവർ ഡബ്ബിങ് എല്ലാവരും വന്നു. എന്നിട്ട് ആ ഒരു സീൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ആവശ്യം പ്രകാരമാണ് തൊടുപുഴയിൽ ചെയ്യാതെ ഇവിടെ വന്നത്. അപ്പോൾ ക്യാമറ എക്സ്പെൻസ് എല്ലാം കൂടുന്നുണ്ട്. ക്യാമറ ഹയർ ചെയ്യണം, വീണ്ടും റീഓർഗനൈസ് ചെയ്യണം. എൻ്റെ മാക്സിമം ഇൻട്രസ്റ്റ് എടുത്ത് ഞാനും ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ലൊക്കേഷനിൽ എല്ലാവരും 5:30 മണിക്ക് എത്തി. കാരണം 6-6:15 എടുത്താലേ അത് ഒരു ഭയങ്കര സ്കൈയുടെ ഒരു കറക്റ്റ് കളറിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരുടെയും പറഞ്ഞ് എല്ലാവരും കൊണ്ടുപോയി നമ്മൾ 5:30 അവിടെ പോയി ഇരുന്ന് ക്യാമറ എല്ലാം വച്ച് മണലിൽ ഇങ്ങനെ ക്യാമറ ഇതേപോലെ നേരത്തെ പറഞ്ഞ മണലെല്ലാം ഡിഗ് ചെയ്തിട്ട് ലോ ആംഗിളിലെ ക്രെയിൻ വെച്ചിട്ട് അങ്ങനെ ലാൽ സാർ ഇങ്ങനെ നടന്നു വരുമ്പോൾ കടൽ വേവ്സ് ബാക്കിൽ അടിച്ചുകൊണ്ടിരിക്കും. പുള്ളി ചിതാഭസ്മം കടലിലിട്ടിട്ട് നടന്നു വരുന്ന ഷോട്ട്, ഒരു സ്ലോ മോഷൻ ഷോട്ട്. കുറച്ച് ഡെപ്ത് ഉണ്ടാക്കാൻ എൻ്റെ ഒരു ആഗ്രഹം കൂടിപ്പോയി. ഞങ്ങൾ പോയിട്ട് റെഡിയെന്ന് പറഞ്ഞാൽ വേവ്സ് പെട്ടെന്ന് തലേദിവസം വേറെ കണ്ട വേവ്സ് ഇല്ല. ഞാൻ സെറ്റായിപ്പോയി. അപ്പോൾ അത് കാണുമ്പോൾ ഒരു കായലോ ഒരു പുഴയോ പോലെയോ തോന്നുന്നുണ്ട് എല്ലാവർക്കും. അതപ്പോൾ അത് അവിടെ തന്നെ എടുക്കാറുണ്ടെന്ന് ഒരാൾ അവിടെ നിന്ന് കമൻ്റ് അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഭയങ്കര കുറ്റബോധമുണ്ട്. അന്ന് ഇതേപോലെ തന്നെ തോട്ടത്തിൽ പോയിട്ട് അവിടെ പൂവുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി അവിടെ പൂവുണ്ടായില്ല. പിന്നെ അത് കണ്ടെത്തി രക്ഷപ്പെട്ടു. ഇപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു ഇവിടെ രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമില്ല. ശരി, എടുത്തേ പറ്റുന്നു. അപ്പോൾ 6:15 6:45 ഇപ്പം സത്യേട്ടൻ പറഞ്ഞു ഇനി സൺലൈറ്റ് കയറില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിയാ, നമുക്ക് എടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും മുഖത്തിൽ ഒരു അൺഈസിനെസ് ഞാൻ കണ്ടു. അപ്പം ലാൽ സാർ വന്നിട്ട് പറഞ്ഞ് അഴകപ്പൻ എടുക്കാം അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എടുക്കാം സാർ എന്ന് പറഞ്ഞിട്ട്
ക്യാമറ താഴെ ലോ ആംഗിളിൽ പോയി ആ മണലിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ തിട്ട പോലെ ഇങ്ങനെ പൊന്തി 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 വന്നിട്ട് ഞാൻ ഉള്ളിൽ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ഒരു വേവ്സ് കിട്ടിയാൽ കൊള്ളാമെങ്കിൽ. ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ ക്യാമറ മേളിൽ ഇങ്ങനെ ക്യാമറ വന്നുകൊണ്ടിരിക്കും, എവിടെ നിന്നാണ് അറിയില്ല, ഒരു വലിയ വേവ്സ്. ഞാൻ തലേദിവസം കണ്ടില്ല, അതിന് മുമ്പത്തെ ദിവസം ഒരു വലിയ വേവ്സ് ഒന്ന് സ്ലോ മോഷനിൽ ബാക്കിൽ അടിച്ചുകൊണ്ടേയിരിക്കുന്നു ലാൽ സാർ ഇങ്ങനെ നടന്നു വരുമ്പോൾ. അപ്പോൾ ഞാൻ ടൈറ്റ് ഇങ്ങനെ ക്യാമറ ക്രൈൻ പോയി വല്ല ക്ലോസപ്പ് വന്നോണം. പുള്ളിയുടെ കംപ്ലീറ്റ് 2 കണ്ണിലും ഇത് നല്ല ടിയേഴ്സ് ഉണ്ട്, ബാക്കിൽ നല്ല വേവ്സ് വീണ്ടും വന്ന് സ്ലോ മോഷനിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയി. കാരണം ഹാപ്പിനെസ് കൊണ്ട് ഞാൻ വെറുതെ ഒരു പ്രാർത്ഥിച്ചത് എന്താണ്, ദൈവം എനിക്കൊരു വേവ്സ് കിട്ടിയാൽ മതിയെന്ന്. പക്ഷേ ഞാൻ ലാൽ സാറുടെ ഫേസേ നോക്കിയില്ല, വേവ്സ് മാത്രം നോക്കി. ഇത് ഫോക്കസ് ഉണ്ടോ, ഫ്രെയിമിങ് കറക്റ്റാണ്, ഒന്നും നോക്കിയില്ല. ഫിലിം ക്യാമറ ആണ്, ഡിജിറ്റലാണെങ്കിൽ റീവൈൻഡ് ചെയ്ത് നോക്കാം. ഞാൻ എടുത്തിട്ട് അടുത്ത് കണ്ണെടുത്തില്ല, ഇങ്ങനെ സ്റ്റക്കായിരിക്കുമ്പോൾ കട്ടിറ്റിന് പറഞ്ഞു. അപ്പോൾ അസിസ്റ്റൻറ്റ് കട്ട് ചെയ്ത് ഇപ്പോൾ ഷട്ടർ ക്ലോസ് ചെയ്ത് ഓപ്പൺ ആയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കംപ്ലീറ്റ് നനഞ്ഞിരിക്കുക. ലാൽ സാർ അടുത്ത് വന്ന് തോളത്ത് തട്ടിയിട്ട് പുള്ളിക്ക് മനസ്സിലായി ഇവിടെയൊക്കെ ഇത് കണ്ടിട്ട്. അതേപോലെ സാറേ എത്ര വയസ്സിലാണ് പ്രേമിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചു. ജസ്റ്റ് ഒരു ഡിസ്ട്രാക്ഷൻ, എല്ലാവരും പൊട്ടിച്ചിരിച്ച് ഞാൻ അങ്ങനെ ഒരു ആക്ടറാണ് പുള്ളി. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞാൻ സിനിമ ലൈഫിൽ ഏറ്റവും ഓവർ എക്സ്പെക്റ്റേഷൻ ചെയ്തതും ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടിയതും അതിൻ്റെ റിസൾട്ട് കിട്ടാതെ പോയതും ഫിലിമാണ് ഫോട്ടോഗ്രാഫർ. കാരണം ഈ ഫോട്ടോഗ്രാഫറിൻ്റെ സ്റ്റോറി ആക്ച്വലി വിക്ടർ ജോർജ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരു ലൈഫ് ബേസ് ചെയ്തിട്ട് ഉണ്ടായ ഒരു സ്റ്റോറിയാണ്. ആക്ച്വലി വിക്ടർ ജോർജ് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. അദ്ദേഹം ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡിൽ പെട്ട് നമ്മളെല്ലാവരും പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ അല്ല മിസ്സിങ് ആണ് എന്ന് പറയുന്ന ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ചർച്ചകൾ നടക്കുമ്പോൾ ഉണ്ടായ ഒരു കാണാതെ പോയ ടൈമിലുണ്ടായ ഒരു ആകാംക്ഷ എല്ലാ മനസ്സിലുണ്ട്. അതേപോലെയാണ് റിസംബ്ലൻസ് വരുന്ന ഒരു സ്റ്റോറിയായിരുന്നു ഫോട്ടോഗ്രാഫർ. അത് എങ്ങനെ കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഗോൾഡൻ ടെമ്പിൾ പോയിട്ട് കുറേ ദിവസം അകത്തിരുന്നപ്പം കമ്മ്യൂണിക്കേഷൻ ഒന്നും എൻ്റെ ഫ്രണ്ട്സുക്ക് ഇല്ലാതായി. ഫോൺ കോൾസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓഫീസിൽ മാത്രം ആർമി കൊടുക്കുന്ന മെസ്സേജ് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ദർബാർ സിംഗ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പം ഉണ്ടായ ബോംബ് ബ്ലാസ്റ്റിൽ ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് മിസ് ചെയ്തു, അസിസ്റ്റൻ്റ് എന്നെ മിസ് ചെയ്തു. എൻ്റെ ഓഫീസിലുള്ളവരൊക്കെ സീരിയസ്ലി ഇഞ്ചുവേർഡ് ഫോട്ടോഗ്രാഫറിന് ബാലിന്നൊരു ഫോട്ടോഗ്രാഫറിൻ്റെ പേര് വന്നില്ലെന്ന് എന്ന് പറഞ്ഞപ്പോൾ ആ ക്യാമറമാൻ ഫോട്ടോഗ്രാഫറിന് ഒരു വ്യത്യാസമില്ലാതെ അവർ മൊത്തം കൺഫ്യൂഷന് എന്നെ ഒരു മിസ് ചെയ്തിരുന്ന എൻ്റെ ഫ്രണ്ട്സുകൾ മിസ് ചെയ്ത ഒരു ഫീലിങ്സ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി കിട്ടിയപ്പം വിക്ടർ ജോർജിന് കിട്ടിയപ്പം ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു റസ്റ്റിക്കായിട്ട് ഒരു ഫിലിം, റിയൽ സ്റ്റോറി ഫിലിം പോലെ എനിക്ക് കൺസീവ് ചെയ്തു. അങ്ങനെ രഞ്ജൻ പ്രമോദ് എന്നെ വിളിച്ചിരുന്നു. രഞ്ജൻ പ്രമോദ് ഞാനും അച്ചുവിൻ്റെ അമ്മാലിയും മനസ്സിനക്കരയും സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഭയങ്കര ബന്ധമുണ്ടായി. കാരണം ഓരോരോ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് രാത്രി ഉടനെ ഞാൻ കുളിച്ചിട്ട് ഓടിപ്പോകുന്നത് രഞ്ജൻ പ്രമോദിൻ്റെ റൂമിൽ. അപ്പോൾ മനസ്സിനക്കരയുടെ ഒരു സീൻ വായിച്ച് കേൾപ്പിക്കും, എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് സത്യേട്ടൻ്റെ ഫസ്റ്റ് എൻ്റെ അടുത്ത് ഇത് വായിക്കാൻ വേണ്ടി പറയും എന്തെങ്കിലും ഉണ്ടോ നോക്കൂ എന്ന്. മനസ്സിനക്കരയിൽ വെച്ചാണ് രഞ്ജൻ പ്രമോദ് പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് അച്ചുവിനമ്പ അമ്മ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ അടുപ്പമാവുന്നതും ഓരോ സീന് വായിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യും മുമ്പ് പോയി കേൾക്കുമ്പോൾ എനിക്ക് എല്ലാ സ്ക്രിപ്റ്റ് റൈറ്റർ റൂമിൽ രാത്രി പോകുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അതേ ശീലം തന്നെ പുള്ളിയുടെ റൂമിൽ പോയി കേട്ടിട്ട് രാവിലെ പോകുമ്പോൾ എനിക്ക് മെൻ്റൽ പ്രിപ്പറേഷന് വേണ്ടിയാണ്. അപ്പോൾ അത്ര ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പായി. മാത്രമല്ല ഞാൻ പഠിച്ച ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 10-15-20 വർഷത്തേക്ക് ജൂനിയറാണ് പുള്ളി. എഡിറ്റിംഗ് പഠിച്ചതാണ്. ആക്ച്വലി ബേസിക്കലി ഈസ് എ എഡിറ്റർ. അപ്പം അത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര കണക്ഷനിലിരിക്കുമ്പോഴാണ് അടുപ്പം ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കഥ പറയണത് എപ്പം ആണ്. അപ്പം ഞാൻ പ്രജാപതിനൊരു മമ്മൂക്കയുടെ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഗോപിച്ചെട്ടിപ്പാളയം.
അപ്പോൾ അവിടെ നിന്ന് വരാൻ പറ്റില്ലല്ലോ, ഞാൻ ഒന്നിച്ചാൽ കോഴിക്കോടിൽ നിന്ന് പാലക്കാട് വരാം, അഴകപ്പൻ ഇങ്ങോട്ട് വന്നു. അവിടെ വെച്ച് ഒരു ഹോട്ടലിലിരുന്നാണ് കഥ പറഞ്ഞത്. കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. കാരണം എനിക്ക് ബാക്ക് സ്റ്റോറിയൊക്കെ കണക്റ്റഡായിട്ട് തോന്നി. വിക്ടർ ജോർജ് എനിക്കറിയാം, സോ എനിക്കിഷ്ടമുള്ള ആളാണ്. സോ ആ ഒരു കഥ ട്രൂ സ്റ്റോറി പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടു, ത്രെഡ് കേട്ടു, കുറച്ച് സ്ക്രിപ്റ്റും കേട്ടു, ഇഷ്ടപ്പെട്ടു, പുള്ളി പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 6 മാസം ഈ ലൊക്കേഷൻ, ഇതിൽ ഒന്ന് പർട്ടിക്കുലർ ലൊക്കേഷൻ ഭയങ്കര ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കാട്ടിൽ പോയി താമസിച്ചു. ഒരു ആദിവാസിയുടെ താമസിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു, അവിടെ തന്നെ താമസിച്ച് രാത്രി അവരുടെ ഫുഡ് തന്നെ താഴ് അങ്ങനെയുള്ള ഫുഡുകൾ തന്നെ നമുക്ക് വെച്ച് തരും. അതിൽ തന്നെ എൻജോയ് ചെയ്ത് കാട്ടുകളിൽ വാക്ക് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് മോഹൻലാലിൻ്റെ പാമ്പ് കയറി പോകുന്ന സീന്, പിന്നെ മോഹൻലാൽ കാട്ടിൽ പോകുന്ന ഷോട്ട്സുകൾ, പിന്നെ അതിൽ പോയി ട്രാപ്പാകുന്ന പല ഇൻസിഡൻസ് ഉണ്ട്. അതിൽ എല്ലാ ലൊക്കേഷനും നമ്മൾ കാട്ടിലെ പല കാടുകൾ നടന്ന് വയനാട്ട് കാടുകളായിരുന്നു. വയനാട്ടിലെ പുൽപ്പള്ളി ഏരിയ, മാനന്തവാടി ഏരിയ, പല ഏരിയക്കും പോയി. അവസാനം നമ്മൾ കണ്ടുപിടിച്ചു ലൊക്കേഷനിൽ വന്ന് തിരിച്ച് വന്നിട്ട് ആ പടം തുടങ്ങുന്ന വീണ്ടും സ്ക്രിപ്റ്റ് തുടങ്ങും മുമ്പ് 1 മാസം മുമ്പേ തന്നെ സ്ക്രിപ്റ്റ് കേട്ടു. അപ്പോൾ എനിക്ക് ചെറിയൊരു അപ്സെറ്റ് വന്നു. കാരണം ഇതിൽ മോഹൻലാലിൻ്റെ ഡബിൾ ക്യാരക്ടർ ട്വിൻസായിട്ട് കാണിക്കുന്നു. ആദ്യം കഥ കേട്ടപ്പോൾ ഞാൻ ഒരു വിക്ടർ ജോർജിൻ്റെ കഥ മാത്രം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ ആ ഡെപ്തിലായി. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി ഒരു ക്യാരക്ടർ മിസ്സിങ് ആണ്. അപ്പോൾ ആ ക്യാരക്ടർ മിസ്സിങ്, ആ മുഖമാണ് മിസ്സിങ്, ആ സോൾ മിസ്സിങ് ഇരിക്കുമ്പോൾ വേറെ ഒരു ക്യാരക്ടർ അതേ ഫിലിമിൽ വന്നു പോകുമ്പോൾ ഈ മിസ്സിങ് ഫീൽ ചെയ്യാതെ പോകുമെന്നൊരു ശരി എനിക്ക് തോന്നിയ സംഭവമാണ്. അത് ഞാൻ അവിടെ സപ്രസ് ചെയ്ത് വെച്ചു. ലൊക്കേഷൻ കണ്ടിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വൈഫിട്ട് പറഞ്ഞ ഇത് നല്ല കാട്ടിൻ്റെ ഉള്ള കഥയാണ്, എന്തെങ്കിലും വിഷ്വലായിട്ട് ഡിഫറെൻറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ വൈഫ് ഫുള്ളൊക്കെ ആയിട്ട് കാടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഡീപ്പ് ഫോറസ്റ്റാണ്, ഉള്ളിൽ നിന്ന് മലകളുണ്ട്, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറണം അതിനൊക്കെ പറഞ്ഞപ്പം പുള്ളിക്കാരി ഇന്നോ ഈ പടം ചെയ്യാണ്ടെന്ന് പറഞ്ഞു. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താണ്, ഞാൻ ചെയ്തേ പറ്റും, ഇല്ലേ അത് വേണ്ട പ്ലീസ് എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണമുണ്ട്. ഞാൻ ദിബേത്ത് ആ ഡൽഹൌസി ഗജിയാർ കഴിഞ്ഞിട്ട് ഡൽഹൌസി കഴിഞ്ഞിട്ട് ഒരു കാട്ടിലെ ആർമിയുടെ ഒരു ക്യാമ്പിന് വേണ്ടി ഞാൻ പോയിരുന്നു. ക്യാമറ എടുത്തിട്ട് കവറേജ് പോയിരുന്നു. അവരുടെ ഒരു ക്യാമ്പ് പരിപാടിയായിരുന്നു. അപ്പോൾ ഈ നാരോ പാത്ത് കാട്ടിൻ്റെ ഉള്ളിൽ നടന്ന് ഭയങ്കര താഴ്ചയാണ്. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാർണിംഗ്, ഇടയ്ക്കിടയ്ക്ക് വാർണിംഗ് മറ്റേ ഫോണിൽ പറഞ്ഞുകൊണ്ടിരിക്കും, കെയർഫുൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്യാപ്റ്റൻ പറഞ്ഞുകൊണ്ടേ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല സ്ട്രീക്കാണ്. പോയി കഴിഞ്ഞാൽ പോകുന്ന ഒരു ക്യാമ്പ് ഏരിയ നല്ല ഏരിയ ആണ്. അപ്പോൾ അവിടെ റീച്ചിങ് പോയിൻറ്റ് അങ്ങനെ പോകാൻ പറ്റും. ആ പോകുമ്പോൾ തന്നെ ക്യാമറ ഷോൾഡറിൽ വെച്ചിരുന്നു, ഇവിടെ ബാറ്ററി ഉണ്ട്, എൻ്റെ അസിസ്റ്റൻസൊക്കെ മുമ്പ് പോകുന്നു. അപ്പം എന്നെ വാച്ച് ചെയ്യാൻ വേണ്ടി ഒരു ജവാൻ ഫ്രണ്ടിലുണ്ട്, ബാക്കിലൊരു സോൾജറുണ്ട്. രണ്ടുപേരും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നടന്ന് പോകുമ്പോൾ ഒരു സ്ഥലത്തിലൊന്നും ഞാൻ സ്ലിപ്പായപ്പം ക്യാമറ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ക്യാമറ സ്ട്രോങ് ഹോൾഡ് ചെയ്ത്, അപ്പോൾ ജവാൻ വന്നിട്ട് എന്നെ പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തപ്പം പുള്ളി സ്ലിപ്പായപ്പോൾ ഞാൻ പുള്ളിയെ പിടിക്കാൻ പോയപ്പം ഞാൻ സ്ലിപ്പായി കാട്ടിൻ്റെ ഉള്ളിൽ ആ ഡീപ്പ് ഫോറസ്റ്റിൽ തലകുത്തി താഴെ പോയി. അത് ഭയങ്കര സ്റ്റീപ്പാണ്. അപ്പോൾ എനിക്ക് ക്യാമറ വിടാൻ പാടില്ല പറഞ്ഞു. ക്യാമറയോടെ ചെന്ന് കറങ്ങിപ്പോയി ഒരുപാട് സ്ഥലത്തിലെ സ്ക്രാച്ചസ് വന്നു. അവിടെ പോയി താഴെ ഒരു ടെൻ്റ് ഉണ്ടായിരുന്നു, പഴയ ഒരു ടെൻ്റ് ഇട്ടിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു. ആ ടെൻറ്റിൻ്റെ തലയിൽ പോയി വീണു. പിന്നെ പതുക്കെ ഇവർ റോപ്പൊക്കെ ഇട്ട് തന്നു, ഞാൻ പൊന്തി വന്നു. അത് എനിക്ക് നടന്നത് എനിക്ക് തോന്നുന്നു 82 or 83 ആ ഗ്യാപ്പിലാണ്. അത് കഴിഞ്ഞിട്ട് 89 എനിക്കൊരു ഭയങ്കര ബാക്ക് പെയിൻ വന്നിട്ട് 7 മാസം ഞാൻ ബെഡ് റിഡൻ ആയിപ്പോയി. ഇതിൻ്റെ ബോണ് ഇങ്ങനെ സ്പൈനൽ കാർഡ് വന്ന് തിരിഞ്ഞു പോയി. അതപ്പോഴാണ് കണ്ടുപിടിച്ചത്. അപ്പം മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് പോയപ്പോൾ സർജറി ചെയ്യാൻ പറഞ്ഞ് സിദ്ധവൈദ്യം ചെയ്ത് അത് മാറി. അപ്പോൾ വൈഫ് ഇപ്പം 7 മാസം ഞാൻ ക്യാമറ ഫീൽഡ് ഔട്ടിൽ നിന്ന് വീട്ടിലേക്ക് കിടക്കുമ്പോൾ എപ്പോഴും പറയാം, ഇനി ക്യാമറമാൻ ആവില്ല, ഇത് തീർന്നു. കാരണം ലാസ്റ്റ് ബോൺ പോയി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ തിരിച്ച് കംബാക്ക് ഈ സിദ്ധവൈദ്യം വഴിയെ വന്നിട്ട് ജീവിതം തുടങ്ങി ഇരിക്കുമ്പോഴാണ് ഈ ഫോട്ടോഗ്രാഫർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3 ട്രിപ്പ് പോയപ്പോൾ, ഫാമിലി ട്രിപ്പ് പോയപ്പോൾ അപ്പോൾ ഒരിക്കൽ ഞാൻ മലയിൽ നിന്ന് സ്ലിപ്പായി പോയി വിത്ത് ക്യാമറ, ചെറിയ സ്റ്റിൽ ക്യാമറ വെച്ചിട്ട്. പിന്നെ വൈഫിന് ഫോബിയ വന്ന് അവിടെ കോൺഷ്യസ് പോയി. പിന്നെ എല്ലാവരും കണ്ട്
രാവിലെയാണ് റൂം എടുത്തിരിക്കുന്നത് മൂന്നാറിൽ. അപ്പം തന്നെ ഉച്ചയ്ക്ക് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നീലഗിരി താർ കാണാൻ പോയ ഞങ്ങൾ നീലഗിരി താർ കണ്ടു, ഫോട്ടോ എടുത്ത്. അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നം കൊണ്ട് ഞാൻ അപ്പം വൈഫിന് ഈ മല പടം എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, പറ്റില്ല തന്നെ. എൻ്റെ മോനും പറഞ്ഞ് അച്ഛൻ ചെയ്യാൻ പാടില്ല, ഈ പടം വിട്ടേക്കുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ ത്രില്ലുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പടം കമ്മിറ്റ് ചെയ്ത് അത് നമ്മൾ ചെയ്ത് കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഞാൻ വന്ന് ചെയ്തു. അല്ല, ലാൽ സാറുടെ ഒരു ഡെഡിക്കേഷൻ ആ പടത്തിൽ ഒരു ആക്ടർ എങ്ങനെ ആവണം, നമ്മൾ കാസ്റ്റ് അവേ അങ്ങനെയൊക്കെ. ഇപ്പം പൃഥ്വിരാജ് ഇപ്പം ആ ഡെഡിക്കേഷൻ ആ പടത്തിൽ കാണിച്ചിട്ടുണ്ട്, ഇപ്പം പുള്ളി ചെയ്ത പടത്തിൽ. പക്ഷേ ബ്ലസ്സി ഡയറക്റ്റ് ചെയ്ത പടം ആടുജീവിതം, അതിൽ ഒരു ആക്ടറുടെ ഡെഡിക്കേഷൻ കാണിച്ചപ്പോൾ ലാൽ സാർ ഇവിടെ വന്നിട്ട് നമ്മുടെ കൂടെ തന്നെ നടക്കുക. കാട്ടിൻ്റെ ഉള്ളിൽ എത്ര കിലോമീറ്റർ നടന്നു വരും. അവിടെ ഇരിക്കാൻ പറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നിലത്തിലിരുന്ന് കഴിക്കുമ്പോൾ പുള്ളിക്ക് നിലത്തിലിരുന്ന് കഴിക്കണം. അങ്ങനെ ഒരു ഫുള്ളി നമ്മൾ തുടങ്ങിയ ശേഷം പതുക്കെ ലാൽ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഫുൾ സ്റ്റോറി കേട്ടല്ലേ എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ കഥ കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ട് തന്നെ. അപ്പോൾ എന്താ പറയാമെന്ന് ചോദിച്ചു. നമ്മൾ ഡബിൾ ആക്ഷൻ ഇതിൽ ലാൽ സാർ വേണമെന്ന് ചോദിച്ചു. കാരണം ഒരു മിസ്സിങ് ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ വേറൊരു മുഖം വന്നു കഴിഞ്ഞാൽ അത് ഓഡിയൻസ് ഫീൽ ചെയ്യുക, മിസ്സിങ് ഫീൽ ചെയ്യുക. അതിപ്പോൾ നിങ്ങളെപ്പോലെ ഇത്ര പോപ്പുലർ ആക്ടർ സ്ക്രീനിൽ ഇല്ലാതാകുമ്പോഴല്ലേ അതിൻ്റെ ആകാംക്ഷ കൂടുന്നു. അത് രഞ്ജൻ്റെ പറഞ്ഞില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലാൽ സാർ പറഞ്ഞു ഉടനെ പുള്ളിയുടെ ക്യാരക്ടർ എന്താണെങ്കിൽ ഒരു പടം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടർ കൂടെ യാത്ര ചെയ്യുന്ന ആളാണ്, പിന്നെ ഇൻ്റർഫിയറേ ചെയ്യാത്ത ഒരു ആക്ടറാണ്. സജഷൻസ് എന്തെങ്കിലും പറയുമായിരിക്കും, പക്ഷേ പടം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പടത്തിൻ്റെ കൂടെ ഡയറക്ടറിൻ്റെ കൂടെ നിൽക്കുന്നത്, സിനിമാറ്റോഗ്രാഫറുടെ കൂടെ നിൽക്കുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ ഈ പടം റിലീസായപ്പം പലരും എൻ്റെ അടുത്ത് പറഞ്ഞത് ആ മിസ്സിങ് ഫീൽ ചെയ്തില്ലെന്ന്. ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് എന്നെ മമ്മൂക്ക വിളിച്ചു, ഈ പടം നിങ്ങൾ ഡയറക്ടറും ക്യാമറമാനും സംസാരിക്കാറില്ലേ, ഡിസ്കസ് ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല, ഞാൻ ലൊക്കേഷനിൽ കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നു, ഈ ഷോട്ടുകളെ പറ്റിയോ അല്ലെങ്കിൽ ലെൻസെ പറ്റിയോ അല്ലെങ്കിൽ ലൈറ്റിങ്ങിനെ പറ്റിയോ ഒന്നും സംസാരിക്കാറില്ല. നിങ്ങൾ വേറെ എന്തോ ചിരിക്കുന്നു, സീരിയസ് ആയിട്ട് സീൻ എടുക്കുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് ഫണ്ണിയായിട്ട് തോന്നി. നമുക്ക് ഈ കഥ ശ്യാം ഒരു 3 പ്രാവശ്യം എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഐ ബൈ ഹാർട്ടഡ്.